ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഇന്നത് ആദ്യം തന്നെ അവിടെ നിന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഓടി വന്നു. ദേവേ, നീ വേഗം റെഡിയാകുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, നയനമോൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അയ്യോ അമ്മേ, അദ്ദേഹം എന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു. അദ്ദേഹം കുടുംബക്ഷേത്രത്തിൽ പോയപ്പോൾ മോളെ കണ്ടു. മോള് കുടുംബക്ഷേത്രത്തിൽ കുഴഞ്ഞു വീണു, ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അമ്മ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, ഒന്നും അറിയില്ല മോളെ, അവിടെ ചെന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് അമ്മ പറയുക. നീ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങിക്കേ. അമ്മേ, എനിക്ക് റെഡി ആവാനൊന്നും ഇല്ല, ഇത് മതി അമ്മേ, എന്നാ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ നയനയുടെ BP കാര്യങ്ങളൊക്കെ ഡോക്ടർ നോക്കുക. അപ്പോൾ BP ഒക്കെ ഓക്കെയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് മുത്തശ്ശനോടാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ദേവയാനിയും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് എത്തി. കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടറെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, ഒരു കുഴപ്പമില്ല, BP ലോ ആയതാണ് തളർന്നു വീഴാൻ കാരണമെന്ന് ഡോക്ടർ പറയുക. ഭക്ഷണം ഒരുപാടൊന്നും കൺട്രോൾ ചെയ്യേണ്ട, ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ കൂട്ടണം, ആപ്പിളും പേരക്കയും ഒക്കെ ആവശ്യത്തിന് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി എന്നും നയനയുടെ തലയിലൊക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തിനാ മോളെ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിൽ പോയത് എന്ന് ദേവയാനി ചോദിക്കുക. അവിടെ ആ സമയത്ത് ഇദ്ദേഹം അവിടെ ഇല്ലായിരുന്നെങ്കിലോ എന്ന് മുത്തശ്ശി ചോദിക്കുക. ഇല്ലെങ്കിലും ആരെങ്കിലും ഇവിടെ എത്തിക്കത്തില്ലേ മുത്തശ്ശിയെന്ന് നയന അന്നേരം ചോദിക്കുക. അപ്പം ഇനിയിപ്പോൾ അടുപ്പമുള്ള ആൾക്കാരൊക്കെ എത്തിയല്ലോ, ഞാനങ്ങ് പോവുക കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോണു. മുത്തശ്ശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് അത് ഭയങ്കര സങ്കടമായി. ദേവയാനി ഇങ്ങനെ നോക്കുക. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും മുത്തശ്ശൻ ഒരു മാറ്റവും ഇല്ലല്ലോ അമ്മയെന്ന് നയന പറയുമ്പം, എന്നാലും മോളെ ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചല്ല മോളെ. അപ്പം അദ്ദേഹം ഗൗരവം കാണിക്കുന്നുണ്ടെങ്കിലും വിഷമിച്ചായിരിക്കും ഇപ്പോൾ പോയത് എന്ന് മുത്തശ്ശി പറയുക. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് നയന ഇവിടെ നിന്നപ്പോഴും വളരെ സീരിയസ് ആയിട്ട് തന്നെ എന്നോട് സംസാരിച്ചതെന്ന് നയന ഇവരോട് പറയുക. അച്ഛൻ്റെ സ്വഭാവത്തിന് ഇനി മാറ്റം വന്നേ പറ്റത്തുള്ളൂ അമ്മയെന്ന് ദേവയാനി അന്നേരം പറയുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുത്തശ്ശനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയതെന്നും ദേവയാനിയോട് നയന പറയുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തളർച്ച ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ കുറഞ്ഞ് നടക്കുക, മോളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ. മോളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയതിന് ശേഷം അവൻ അന്വേഷണമായിട്ട് നടന്നാൽ പോരായിരുന്നു എന്നും ദേവയാനി ചോദിക്കണം. പ്രസവം വരെ ഇനി മോളുടെ കാര്യത്തിന് അവൻ മുൻഗണന കൊടുക്കേണ്ടതെന്ന് ദേവയാനി ദേഷ്യപ്പെട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ബിസിനസ് മെച്ചപ്പെടുത്താൻ നടക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ വെറുതെ ആദർശേട്ടനെ വഴക്കൊന്നും പറയല്ലേ അമ്മയെന്ന് നയന പറയുമ്പോൾ, പിന്നെ ആരെയാ മോളെ വഴക്ക് പറയേണ്ടത്, അവൻ തന്നെ ഇവിടെ പ്രതിയെന്നും പറഞ്ഞ് ദേവയാനി പിന്നെയും ചൂടാകുക. അങ്ങനെ ഇവരത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നു. ഇതിനുശേഷം പിന്നെ മുത്തശ്ശൻ നേരെ പോയത് ഡോക്ടറുടെ അടുത്തേക്കാണ്. ഡോക്ടറുടെ അടുത്ത് നിന്ന് അതിനെപ്പറ്റി ചോദിക്കുവാണ്. അപ്പോൾ സാറിൻ്റെ സ്നേഹം ആ കുട്ടി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാമെന്നും അതുകൊണ്ട് ഈ അഭിനയം ഒരുപാട് നാൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നണില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഡോക്ടറോട് പറയണു. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടർ പറയുന്നത് കേട്ട് മുത്തശ്ശൻ ഞെട്ടിയിരിക്കുക. അപ്പോൾ പിന്നെ ഇപ്പം മോളുടെ അമ്മായിമ്മയും അതുപോലെ മുത്തശ്ശിയൊക്കെ വന്നല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. സാറിന് അത്യാവശ്യം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ, സ്നേഹം ഉള്ളിൽ വെച്ച് നടക്കുന്നതും ഒരുതരം പ്രഷറല്ലേ സാറെന്ന് ഡോക്ടർ ചോദിക്കുമ്പം, ആ പ്രഷർ ഞാൻ സഹിക്കുന്നത് ഭാവിയിലെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും പ്രത്യേകിച്ച് ആദർശിൻ്റെയും നയനമോളുടെയൊക്കെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്നും മുത്തശ്ശൻ ഡോക്ടറോട് പറഞ്ഞു. ആദർശ് എന്നെക്കാളും ബ്രില്യൻ്റാണ്, ബിസിനസ്സിൽ അവനെ വെല്ലാൻ ആർക്കും കഴിയില്ല എന്നും എന്നാൽ അതിലേക്ക് അവൻ എത്തുന്നതിന് മുൻപ് ചില പരീക്ഷണങ്ങളെ അതിജീവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ അവന് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് മാത്രമാണിതെന്നുള്ള കാര്യവും പറഞ്ഞ് ഇനി മോളെ വിശദമായ ചെക്കപ്പ് നടത്തിയിട്ട് വീട്ടിലേക്ക് വിട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം നോക്കി സാറ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ ഡോക്ടർ, ഞാനെന്നാ ഇറങ്ങാമെന്നും പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അങ്ങ് പോയി. തൊട്ടടുത്ത നിമിഷം പിന്നെ ആദർശ് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ ചേച്ചി ആദർശിനോട് വിവരങ്ങളെല്ലാം പറയാം. മോള് അമ്പലത്തിൽ പോയി, അവിടെ ബോധം കെട്ട് വീണു, ഹോസ്പിറ്റലിൽ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കുഴപ്പമൊന്നുമില്ല സാറേ, ഇപ്പോൾ അവരിങ്ങ് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. സാറിൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ അമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതെന്ന് ആദർശ് ചോദിക്കുമ്പം, അതുകൊണ്ടാണ് സാറേ എന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞു തീർന്നില്ലതേ, അവർ വണ്ടിയായിട്ട് വീട്ടിലേക്ക് വന്നു. ആദർശാണെങ്കിൽ ആദ്യം പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ വണ്ടിയിൽ നിന്ന് നയനെ ഇറങ്ങി വന്നപ്പോൾ നയനെ എന്ന് പറഞ്ഞ് ആദർശ് ഓടി ഇറങ്ങി ചെന്നു. എടാ നീ ഇതവിടെ പോയി കിടക്കായിരുന്നോടാ, മോളെ അമ്പലത്തിൽ കൊണ്ടുവന്നതിനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിച്ച് ദേവേ എന്നെ ദേഷ്യപ്പെടുന്നു. അമ്മയെ അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം ഇവളെന്നോട് പറഞ്ഞിരുന്നില്ല, അതൊക്കെ നീ രാവിലെ ചോദിക്കണ്ടായിരുന്നോടാ. അപ്പം നയനെ ഇങ്ങനെ നോക്കുക മുത്തശ്ശിയെ. ഇനി ഉള്ള കാര്യം ഞാൻ അങ്ങ് പറയാൻ ദേവയാനി, മോൾക്ക് ഇവൻ്റെ മുത്തശ്ശനെ കാണണമെന്നൊരാഗ്രഹം. അപ്പം ഞാനാ പറഞ്ഞത്, ഇന്ന് അദ്ദേഹം അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, അവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന്. പിന്നെ ആദർശിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാവല്ലോ, അതുകൊണ്ടായിരിക്കും ആദർശിനോട് പറയാതെ മോള് പോയത് അല്ല മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ
നയന, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മോളെ നീ ഒറ്റയ്ക്ക് എങ്ങോട്ടും അയച്ചേക്കരുത് കേട്ടല്ലോ. അതുപോലെ തന്നെ മോൾക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരില്ലേ എന്നും ചോദിച്ചു. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, ഞാനോട് ഇവിടെ താമസിച്ചാലോ എന്ന് ആലോചിക്കുന്നത് എന്ന് ദേവയാനി പറയുമ്പം 7 മാസം ആവട്ടെ അമ്മേ. 7-ാം മാസം മോളുടെ വീട്ടിലേക്ക് പോകില്ലേ? ഇല്ല, വീട്ടിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ എലിസബത്ത് ആൻറ്റിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നതെന്ന് ആദർശം. ചടങ്ങിന് വേണ്ടി 1-2 ദിവസം അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ എന്നും ആദർശ് പറയുക. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അതിനകത്തൊന്നും നീ കയറി തീരുമാനം എടുക്കരുതെന്ന് മുത്തശ്ശി ആദർശനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പോകാൻ ഇവൾക്കും താല്പര്യമൊന്നും ഇല്ല മുത്തശ്ശിയെന്ന് ആദർശം പറഞ്ഞു. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ. ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് നീ കൂടുതൽ സമയം മോളുടെ അരികിൽ ചെലവഴിക്കുക വേണ്ടത്. അപ്പോൾ ശരിയെന്ന് ആദർശം. എന്തായാലും ഇപ്പോൾ അനിയല്ലേ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, നീ അവനെ സഹായിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്താ. അപ്പം അതുകൊണ്ട് കാര്യമൊന്നും ഇല്ലമ്മേ. ശത്രുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കണ്ടാൽ മാത്രമല്ലേ നമുക്ക് തുടർന്നുള്ള വിജയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നും ചോദിച്ചു നയന. ഇനിയിപ്പോൾ നമ്മൾ തളർച്ചയുടെ വക്കിലല്ലേ പോകുന്നത്, അപ്പോൾ കുറച്ചൊക്കെ തളർച്ച ഉണ്ടായാലും കുഴപ്പമൊന്നും ഇല്ല മോളെ. എന്തായാലും അനന്തപുരിക്കാർ പെട്ടെന്നൊന്നും പാപ്പരാകാൻ പോകുന്നില്ല, പിന്നെ ഇനിയിപ്പോൾ എന്താ കുഴപ്പം? എന്നാലും മുത്തശ്ശൻ്റെ ഒരു സങ്കല്പം ഉണ്ടല്ലോ അമ്മേ, അതനുസരിച്ച് കാര്യങ്ങളൊക്കെ വരണ്ടേന്ന് ചോദിച്ചോ ആദർശം. ഇപ്പം തന്നെ എന്നോട് പറയാതെയാണ് ഇവൾ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോയിരിക്കുന്നത്. മുത്തശ്ശൻ എന്നെ കണ്ടാൽ ദേഷ്യമാകും എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്ന് ചോദിച്ചു. മോളെ ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് നീ ചോദിച്ചായിരുന്നോ എന്ന് ചോദിച്ചു മുത്തശ്ശി. നിന്റെ മുത്തശ്ശൻ തന്നെയാ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്നുള്ള കാര്യം പറയുമ്പോൾ, ആണോ? എന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ബോധം വന്നപ്പോൾ മുത്തശ്ശനെ ഞാൻ കണ്ടായിരുന്നു. മുത്തശ്ശൻ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല, ഗൗരവത്തിൽ തന്നെ ആയിരുന്നു എന്ന് നയന പറഞ്ഞു. അത് കേട്ടപ്പം, എന്നാലും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ നയനെ, അതിനൊരു മനസ്സ് കാണിച്ചല്ലോ. അത് പിന്നെ കൊണ്ടുപോകില്ലേ? മോള് തളർന്നു വീണ അത് നോക്കിയിട്ട് മുഖം തിരിച്ചു പോകാനും മാത്രം മനുഷ്യത്വം ഇല്ലാത്ത കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല നിന്റെ മുത്തശ്ശൻ എന്ന് മുത്തശ്ശി ആദർശനോട് പറയാം. എങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചെങ്കിലും ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യത്തില്ലായിരുന്നു അമ്മയെന്ന് ചോദിച്ചു ദേവയാനി. അന്നേരം സാരയില്ലമ്മേ, എന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചു. മോളെ, അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന് ആർക്കും അറിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അടങ്ങാത്ത സ്നേഹം കൊണ്ട് നടക്കുകയായിരിക്കുമെന്നും അതാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അടങ്ങാത്ത സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവത്തില്ലേന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത്. അതിലെനിക്ക് വിശ്വാസമൊന്നും ഇല്ല മുത്തശ്ശിയെന്ന് ആദർശം. ആദ്യമായിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു തകർച്ച ഉണ്ടാകുന്നത്. അതിൻ്റെ ഷോക്കിൽ നിന്ന് മുത്തശ്ശൻ ഇതുവരെ മുക്തനായിട്ടുമില്ല എന്ന് മാത്രമല്ല, ഈ വിഷുവിന് അതിൻ്റെ ആഘാതം കൂടിയിട്ടും ഉണ്ടാവും. പിന്നെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും ആദർശ് ഇങ്ങനെ പറയാം. എന്തായാലും എൻ്റെ അവസ്ഥ അത് എനിക്കുണ്ടാകാൻ പാടില്ല, അനി പരാജയപ്പെട്ട് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഓടുന്നതെന്ന് പറയുമ്പം അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇവിടെ ആരും അത് വേണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ആദ്യ പരിഗണന നീ നിൻ്റെ അന്വേഷണത്തിനല്ല കൊടുക്കേണ്ടത്, നിൻ്റെ ഭാര്യയ്ക്കാണ് കൊടുക്കേണ്ടത്, നിൻ്റെ കുഞ്ഞിനാണ് നീ കൊടുക്കേണ്ടതെന്ന് ദേവയാനി പറഞ്ഞു. അവരുണ്ടെങ്കിലേ എല്ലാം കാണത്തുള്ളൂ, ആ ബോധം നിനക്കുണ്ടായിരിക്കണമെന്നും ദേവയാനി പറഞ്ഞു കൊടുക്കുക. മോള് വന്നേന്നും പറഞ്ഞു. എന്നിട്ട് നയനയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോണു. ആ സമയത്ത് അവിടെ നിൽക്കുന്ന എലിസബത്തിനോട് പറയുവാണ്, ഇനി മോൾ എവിടെ പോയാലും ആദർശില്ലെങ്കിൽ പോലും നീ മോളുടെ കൂടെ പോകണമെന്ന്, ഇനിയിപ്പോൾ മോൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും നീ കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരകത്തേക്ക് കയറിപ്പോയി. ആദർശാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നിരാശയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ അനിയാട്ടോ. അനി ഇങ്ങനെ തല പുകഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അനിയുടെ പിന്നാലെ ചെല്ലും അവന്തിക. എന്താ അനിയായിട്ട് ഈ ആലോചന നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. കമ്പനി ഇപ്പോൾ കുറച്ച് വീഴ്ചയില്ല, അതേപ്പറ്റി ആയിരിക്കും ചിന്തിക്കുന്നല്ലേന്ന് അവന്തിക ചോദിക്കുമ്പോഴും എനിക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെയും കൂടെ കൂട്ടാൻ, നമുക്ക് ഒന്നിച്ച് കമ്പനി മുകളിലേക്ക് നയിക്കാം എന്ന് പറയുമ്പം എൻ്റെ ടെൻഷൻ അതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് അനി പറയുമ്പം അത് എന്നോട് ഷെയർ ചെയ്തുകൂടെയെന്ന് അവന്തിക. അനിയേട്ടന് എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ അഭി. ഈ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ഒളിച്ചു നിന്ന് കേൾക്കുക. അങ്ങനെ നിന്നോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിലുണ്ടെന്ന് പറഞ്ഞു. കോടതിയിലെ കേസ് അടക്കാൻ പോവുമല്ലേ, ബന്ധം പിരിവായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം. ഒന്നിച്ച് ജീവിച്ചപ്പം അവൾക്ക് എന്നെ വേണ്ടായിരുന്നു. ഒരു മുറിക്കകത്ത് ഞങ്ങൾ രണ്ടായിട്ടാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ കോടതിയിലെത്തിയപ്പോൾ അവൾ ബന്ധം പിരിയാന്ന് പറയുന്നു പോലുമില്ല. അത് അവളുടെ അടവാനിയേട്ടാ. അവളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം കാണുമെന്ന് അവന്തിക. അപ്പം ഇതൊക്കെ അഭി ചുരണ്ടി കേൾക്കാൻ നിൽക്കുക കേട്ടോ. ഉദ്ദേശം എന്താ? അവളുടെ അച്ഛനും അമ്മയും അവളും ഒക്കെ ഇവിടെ വന്ന് പറഞ്ഞായിരുന്നല്ലോ പൈസ തട്ടിയെടുക്കണം, അതാണ് അച്ഛൻ്റെയും അമ്മയുടെയും മോളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു. അല്ല
എന്താ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ആ അനാമികയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കോടതിയിൽ കേസ് നടക്കാൻ പോവല്ലേ, ഇതുവരെ കേസ് നടന്നിട്ടില്ലല്ലോ. എടാ, ഡിവോഴ്സ് നടക്കണമെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണം എൻ്റെ അനി. നീ അബി അങ്ങനെ പൈസ കൊടുത്തിട്ടുള്ള ഡിവോഴ്സ് എനിക്ക് വേണ്ട. അതിനിട്ട് മുത്തശ്ശന് സമ്മതിക്കയില്ല. എടാ, അവൾ വലിയ തലവേദന എൻ്റെ അനി. ഡിവോഴ്സ് നടക്കാതെ നീ സ്വതന്ത്രനായി എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് അബി പറയുമ്പം അതെ എന്നാ അവന്തിക, ഇനി ഒരു കല്യാണത്തെക്കുറിച്ച് പോലും അനിയനെ ചിന്തിക്കണമെങ്കിൽ അവളെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാലല്ലേ പറ്റുള്ളൂ. എന്തായാലും ഞാൻ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. എടാ, അവനങ്ങനെ ചിന്തിക്കത്തില്ല. ഇവൻ്റെ മനസ്സിൽ ഇപ്പോഴും മറ്റവളാ, ആ നന്ദു. അത് കേട്ടപ്പോൾ അവന്തികയുടെ മുഖം ഇതായി. അങ്ങനെ ഇപ്പം നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ മനസ്സിലങ്ങ് വെച്ചാൽ മതി. ഞങ്ങൾ തമ്മിലിപ്പം അത്തരത്തിലൊരു ബന്ധവും ഇല്ലയെന്ന് അനി. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടത് തന്നെ നയനേടത്തിയുടെ ഫംഗ്ഷൻ ആണെന്ന് പറയുമ്പം, അല്ലാതെ നീ അവളെ കാണാറൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ അറിയുന്നുണ്ടടാ മോനെ എന്നും പറഞ്ഞ് അബി പറയുന്നു. ശരിക്കും കാണുന്നുണ്ട് അബിയേട്ട എന്ന് അവന്തിക ചോദിച്ചപ്പോൾ, പിന്നെ ഇവൻ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ അവളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. സത്യം പറയാമല്ലോ, ഇവൻ ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD എങ്കിലും ഇവന് ബിസിനസ്സിൽ ഒരു കോൺസെൻട്രേഷനും ചെയ്യാൻ പറ്റാത്തത് അവള് കാരണമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് അബി പറയുമ്പോൾ, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കരുത്, അല്ലെങ്കിൽ തന്നെ ഒരു വൃത്തികെട്ട നാവാ നിന്റെ നാവെന്ന് പറഞ്ഞു അനി. അത് കുറേയൊക്കെ ശരിയാ എന്ന് അവന്തിക. അത് നീയും അങ്ങ് ശരി വെച്ചോ. എന്നാലടാ മോനെ, നീ MD ആയതിനു ശേഷം നമ്മുടെ കമ്പനി ഇപ്പം 4ാം സ്ഥാനത്തായെന്നും പറഞ്ഞു അബി. ഞാൻ GM ആയതോടെ AN ജ്വല്ലറി 1ാമതുമായി. അതിന് ഞാൻ നിന്നെ അഭിനന്ദിക്കാം. പക്ഷേ AN ജ്വല്ലറി 1ാമതായെങ്കിലേ അത് നിന്റെ മിടുക്കൊണ്ടൊന്നുമല്ല. പിന്നെ നിനക്ക് കയറിക്കൂടാൻ പറ്റിയ സ്ഥാപനം തന്നെയായിരുന്നു കേട്ടോ അത്. അല്ല, അവരും വളഞ്ഞ വഴി കൂടെ തന്നെയാ പോകുന്നത്. കള്ളക്കടത്ത് സ്വർണ്ണമല്ലേ ആ ജ്വല്ലറി കൂടെ പുറത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടെ നോക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും ശരി, അവർ 1ാം സ്ഥാനത്തായോ? ദുബായിൽ അവർ 1ാം സ്ഥാനത്തായിട്ടേ മാസങ്ങളായി. അതിൻ്റെ കൂടെയാ ഇപ്പം കേരളത്തിൽ അവർ 1ാം സ്ഥാനത്തായിരിക്കുന്നതെന്നും പറഞ്ഞ് ഇത് ദൈവമൂർത്തി ജ്വല്ലറിക്ക് തന്ന ശിക്ഷയാണെന്ന് അഭി. എന്നെ പുറത്താക്കിയതിലുള്ള ശിക്ഷയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം കൂടി വരിക. നിനക്കറിയാലോ മോളെ, ഇവൻ അധികാരം കിട്ടിയതിന് ശേഷമാണ് എന്നെ പുറത്താക്കിയതെന്നും അതുകൊണ്ട് തന്നെ ഇവൻ MD ആയിട്ട് വന്നപ്പോൾ ഞാൻ GM ആയ കമ്പനി മുകളിലെത്തുകയും ചെയ്തുവെന്ന് അബിയുടെ വക ഇങ്ങനെ പ്രസംഗം. എടാ, പണ്ടൊക്കെ പിന്നെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലടാ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ. കിട്ടേണ്ടത് അപ്പം തന്നിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ ഇറക്കിയിട്ട് അബി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അബി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവനിക്ക് പിന്നെയും ദേഷ്യം. അനിയേട്ടൻ അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നമുക്ക് നമ്മുടെ ജ്വല്ലറിയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാം. അനിയേട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അവന്തിക. എന്നിട്ട് അവന്തികയും അവിടെ നിന്ന് അങ്ങ് പോയി. അനിയാണെങ്കിൽ ഭ്രാന്ത് കയറി നിൽക്കുക. പിന്നെ കാണിക്കുന്നത് അബി അവന്തികയെ കണ്ട് സംസാരിക്കുക. എന്താ നിനക്ക് അവനുമായിട്ട് ഇടപാട്? അപ്പോൾ എന്തിടപാട്? ഞാൻ കണ്ടു, ഞാൻ അവിടേക്ക് വരുമ്പോൾ നീ അവനെ വട്ടം പിടിക്കുന്നത്. അത്രയ്ക്ക് അവനോട് അടുപ്പം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ അച്ഛന് അബിയേട്ടനും കണ്ടു കഴിഞ്ഞല്ലോ ഇല്ലേ? ആ അച്ഛൻ്റെ ആഗ്രഹമാണ് ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവന്തിക പറയുക. അപ്പോഴത്തേക്ക് അബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് വെട്ടിച്ച് നോക്കുക. അല്ല, അച്ഛൻ്റെ ആഗ്രഹമോ? എന്ത്? അതേന്നേ, ഒരു കോന്തനെ പെണ്ണ് കാണാൻ വന്നല്ലോ നവീൻ വക്കീൽ. അവനെന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്ത നിരാശയായി പോയെന്ന് അവന്തിക പറയാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം അച്ഛനാ പറഞ്ഞ് കൺമുന്നിൽ ഒരുത്തൻ മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടുള്ളപ്പോൾ പയ്യനെ തിരക്കി വേറെ പോകേണ്ട കാര്യം എന്താന്ന്. അപ്പോഴേക്കും അബി ഓ എന്ന് പറഞ്ഞേക്ക. മനസ്സിലായില്ലല്ലേ പറഞ്ഞത്? അനി ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MDയാ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മുറച്ചെറുക്കനായ അനിയേട്ടനെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ എന്താ തെറ്റുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അബിക്ക് ഇങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോൾ അബി ഇങ്ങനെ, അതെന്തായാലും കൊള്ളാം, ഇവൾ അനിയെ കല്യാണം കഴിച്ചാ മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഇവളങ്ങ് പോയിക്കോളും. അപ്പോൾ AN ജ്വല്ലറിയുടെ സകല അധികാരങ്ങളും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ അബി ഇങ്ങനെ ചിന്തിക്കുന്നു. അല്ല, എന്താ ആലോചിക്കുന്നേ എന്ന് അവന്തിക ചോദിച്ചപ്പം, അല്ല അത് ശരിയാകുമോ എന്ന് ആലോചിക്കായിരുന്നു. അത് 2ാം ഘട്ടമല്ലേ എന്ന് ചോദിച്ചപ്പം 2ാം ഘട്ടമായാലും 3ാം ഘട്ടമായാലും അനാമിക അനിയേട്ടനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അവർ മുറിയിൽ 2ആയിട്ടല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അത് പുറത്തുള്ള ഒരു പെണ്ണിനെ അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഈ കുടുംബത്തിലുള്ള എനിക്കതറിയാൻ പറ്റുമെന്ന് അവന്തിക പറയണു. പിന്നെ അനിയേട്ടൻ്റെ സ്വഭാവം എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതുമാണല്ലോ. അല്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കുന്നില്ല എന്ന് അബി. പിന്നെ എന്തെങ്കിലും ഗുണം കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ അച്ഛൻ ചിന്തിക്കാറില്ല എന്നും പറഞ്ഞു. ആദർശേട്ടൻ എന്തായാലും പുറത്തായി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ മൂർത്തി ജ്വല്ലറി മെച്ചപ്പെടാനേ അനിയേട്ടൻ തന്നെയായിരിക്കും MD എന്നും അവന്തിക പറയുക.
അങ്ങനെ ഒരു അനിയേട്ടനുമായിട്ട് ഞാൻ ഒന്നിക്കുന്നതിൽ എന്തപ്പോൾ തെറ്റുള്ളത് എന്നും അവന്തിക അബിയോട് ചോദിക്കുക. അബിക്കാണെ ഭയങ്കര സന്തോഷമായി. അബി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് മാത്രമല്ല അഭിയേട്ട, നമ്മുടെ അച്ഛനെ പുറത്താക്കി ഈ തറവാട്ടിലേക്ക് അച്ഛൻ തല ഉയർത്തിപ്പിടിച്ച് വരണമെന്നുമുണ്ട്. ഞാൻ അനിയേട്ടനെ വിവാഹം കഴിച്ചാൽ പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ അധികാരം എനിക്കും കൂടിയാണെന്ന കാര്യവും അവന്തിക പറയുന്നു. അപ്പോഴേക്കും അബി ഇങ്ങനെ നോക്കൂ കേട്ടോ പെങ്ങളെ. ആ സമയത്ത് അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ ഇങ്ങോട്ട് കടന്നു വരാനും കഴിയുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു കാരണവശാലും അച്ഛനെ പുറത്താക്കാനേ മൂർത്തി മുത്തശ്ശിന് പോലും കഴിയില്ല എന്നും. അപ്പം ഇതൊക്കെ നീ എന്നോട് നേരത്തെ പറയണ്ടേടി എന്ന് അബി. നമ്മുടെ അച്ഛനെ നീ തിരിച്ചറിഞ്ഞതിന് ശേഷം നീ അച്ഛനുമായിട്ട് ബന്ധം കൂടിയിട്ടും അതുപോലും നീ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കല്ലേ ചെയ്തത്. അങ്ങനെ മറച്ചു വെച്ചത് നന്നായെന്നാ എൻ്റെ അഭിപ്രായം എന്ന് ആങ്ങളയോട് പെങ്ങള് പറയുന്നു. അല്ലെങ്കിലേ ചേട്ടൻ കുറച്ച് ഓവർ സ്മാർട്ടൊക്കെ കളിച്ചേനെ, AN ജ്വല്ലറിയിൽ ചെന്ന് ഡേവിഡ് സാറിനെയൊക്കെ ഭരിച്ചേനെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം അയാളുടെ മുന്നിൽ ഞാൻ താഴ്ന്നു നിൽക്കുമ്പോഴൊക്കെ അയാൾക്ക് എന്നോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എന്ന് അഭി പറയാം. പിന്നെ അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ശരിക്കും. അതുപോലെ തന്നെ അവിടെ വേറെ ഒരുത്തിയുണ്ട്, എൻ്റെ ഭാര്യയുടെ പോസ്റ്റിലുള്ള ഒരുത്തി. അവളാണെങ്കിലോ അവളുടെ മിടുക്കുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നും പറഞ്ഞു. അപ്പോഴും അവന്തിക പിടിച്ചിച്ച് ചിരിക്കുക. ചില സമയത്ത് അവളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തുറന്നടിച്ച് എനിക്ക് പറയാൻ പോലും തോന്നിയിട്ടുണ്ടെന്നും പറഞ്ഞു. എടി, നീ AN ജ്വല്ലറിയുടെ മോഡലായത് എൻ്റെ അച്ഛൻ ആ കമ്പനിയുടെ മുതലാളി ആയതുകൊണ്ടാണെന്ന്. അപ്പം ആവേശം കൂടിയിട്ട് അങ്ങനെയൊന്നും ചാടിക്കയറി പറയല്ലേ അബിയേട്ടാ. ഇപ്പം പന്ത് നമ്മുടെ കോട്ടില്ല. അതിനി എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും വിജയങ്ങൾ നമ്മളെ തേടി വരുന്നത് എന്ന് അവന്തിക പറഞ്ഞു കൊടുക്കുന്നു. അപ്പം നീ അനിയുടെ കാര്യത്തിൽ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോയിക്കോളാൻ അബി പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ നന്ദു അല്ല, അനാമികയാണെന്ന കാര്യം പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ അബി ഇങ്ങനെ നോക്കുന്നു. അവൾ അനിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ മറ്റൊരു ജീവിതത്തെ പറ്റി ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുമ്പം അതിനേക്കാളും നീ ഭയക്കേണ്ടത് നന്ദുവിനെയാണ് എന്ന് ഈ അബി പറഞ്ഞു കൊടുക്കുന്നു. നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവൻ്റെ മനസ്സിൽ അവൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന് മാങ്ങളെ ഉപദേശിച്ചു കൊടുക്കുക പെങ്ങൾക്ക്. അനാമികയുടെ കാര്യം നീ നോക്കണ്ട, അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാമെന്നും അബി പറയുന്നു. അതും പറഞ്ഞ് ചേട്ടനങ്ങ് പോയപ്പോൾ അനിയത്തി ഇങ്ങനെ അവിടെ പ്രതീക്ഷകളുമായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി സംസാരിക്കാം. അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് 2 തല്ല് കിട്ടി. പിന്നെ അത് പിന്നെ മുതിർന്ന ഒരാൾ തല്ലിയെന്ന് നമുക്ക് വിചാരിക്കാം. ഇതൊക്കെ പറഞ്ഞ് അനാമികയോടൊക്കെ സംസാരിക്കുക കേട്ടോ, വേണുവിനോടും. അതുകൊണ്ടാണ് അബി ഞാൻ തിരിച്ച് തല്ലാത്തത് എന്ന് വേണു. അവിടെ വന്ന് മുത്തശ്ശനെ തിരിച്ച് തല്ലിയ അങ്കിള് തിരിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു ജീവനോടെ. അച്ഛനും മോളും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. അന്ന് തല്ലിയതൊന്നും നോക്കണ്ട, അങ്കിൾ ഒന്നുകൂടി അനാമികയും കൂട്ടി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് സഹായിക്കാൻ അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അബിയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങോട്ട് വന്നിട്ട് തല്ലായിരുന്നു വാങ്ങണമെന്നാണോ എന്ന് ചോദിക്കുമ്പം കാര്യം നടക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഈ അബി പറഞ്ഞു കൊടുക്കും. നല്ലൊരു തുക നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ഡിവോഴ്സിന് സമ്മതിക്കില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞേക്കണം. ഏതായാലും എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പിന്നെ ഞാനങ്ങനെ അവനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല എന്ന് അനാമിക. നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എനിക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അബി പറയാം. പണം ഇപ്പം എനിക്കൊരു പ്രശ്നമേ അല്ല എന്നും. അതെന്താടാ അബി, നിനക്ക് ലോട്ടറി അല്ല അടിച്ചോടാ? ചെറിയൊരു ലോട്ടറി അടിച്ചെന്നങ്ങ് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനത്തെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. എടാ അതിനുശേഷം ഇവളുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കാനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ ചിലവില്ലേടാ, ഇനി ഇവളുടെ 2ാം ഘട്ടമല്ലേടാ അതൊക്കെ എന്നോടല്ല അവളെ വന്ന് നിന്ന് പറയാനൊക്കെ പറഞ്ഞു. എടാ അന്ന് വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേടാ പറഞ്ഞത്, അവർ കേട്ടില്ലല്ലോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? തല്ല് മാത്രമല്ലേ കിട്ടിയുള്ളൂ. അങ്ങോട്ട് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അബിയേട്ടാ. പിന്നെ കോടതിയിൽ കേസ് നീട്ടിക്കൊണ്ട് പോയിട്ട് എന്താ നിങ്ങൾക്ക് പ്രയോജനം കിട്ടാനുള്ളത്? നീ ഡിവോഴ്സിന് തയ്യാറായില്ലെങ്കിൽ കോടതി കേസ് മാറ്റിവെക്കും. അത് അവർക്കും കുഴപ്പമുള്ള കാര്യമല്ലേ? അങ്ങനെ കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ഒരു നീക്കുപോക്കിന് നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ വന്ന് സംസാരിച്ച് പോയി കഴിഞ്ഞാലേ ഞാനും അവിടെ സമ്മർദ്ദം ചെലുത്തിക്കോളാം. നീയോ? നീ പറഞ്ഞാൽ അവിടെ ആരെങ്കിലും കേൾക്കുവോടാ? സ്വന്തം തറവാട്ടിൽ നിന്നിട്ട് എതിരാളികളെ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെയും നിൻ്റെ ഭാര്യയും ഒക്കെ അവിടെയുള്ളവർ മാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. എൻ്റെ പൊന്നങ്കിളെ, ഇതുവരെ എനിക്കുണ്ടായി എല്ലാ തകർച്ചയ്ക്കും ഒരവസാനം ഉണ്ടായിരിക്കുകയാണെന്നും ഇനി നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് പഴയ അഭിയല്ല, കോടീശ്വരനായ അഭിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു. എൻ്റെ പൊന്നെ, നിങ്ങളെ AN ജ്വല്ലറിക്കാർ മാനേജറാക്കി എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കണം.
ദേ നിങ്ങൾ എനിക്കിട്ട് ഊതാതെ വേണമെന്നുണ്ടെങ്കിൽ അനന്തപുരിയിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കാൻ പറഞ്ഞു. ശരി, ഞങ്ങൾ വന്ന് നോക്കാം. പിന്നെ നീ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞല്ലേ? രക്ഷപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അങ്ങനെ പൂർണ്ണമായും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. അപ്പം അബി അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു അച്ഛൻ മോളോട്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഒന്നുകൂടി പോകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ മോളെ. പോകാം എന്ന് പറഞ്ഞാൽ അച്ഛനും മോളും കൂടി ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ കാണിച്ച് പാർട്ട് 1 അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.